ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പം ഞാനൊക്കെയും കൂടി ഒരുമിച്ച് അടുക്കളയിൽ കയറി ചക്ക റെഡിയാക്കാൻ വേണ്ടിട്ടാ. അപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അടുക്കളയിൽ കയറിയത് ഇങ്ങനെയായിരിക്കും കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കണേ, ഫുള്ളായിട്ട് കാണണേ. ഇവിടെ വെച്ചാ കെട്ടണ കാറാകൂലേ? പുറത്ത് വെച്ചിട്ടിക്കൂടെ? നല്ല വലിയ ചക്കാണ്, ഇത്തിരി പാടാനല്ലേ. പഴുത്തിട്ടുണ്ടാ? ഇല്ലേ, പച്ചച്ചക്ക ഉണ്ടാ. പഴുത്തെങ്കിൽ നല്ല ടേസ്റ്റ്. തുടങ്ങണ്ടല്ലേ പഴുത്ത, നല്ല മണമുണ്ടല്ലോ ഗൈസ്. നല്ല മണമുള്ള ചക്കയാണ് ട്ടാ. പച്ചച്ചക്കന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. നേരിയ പഴുത്താനും കുഴപ്പമില്ലല്ലോ അല്ലേ, കറി വെക്കാല്ലേ. ഈച്ച ചക്കന്റെ മണം കേട്ടിട്ട് ഈച്ച വന്നിട്ടുണ്ട്. ചക്ക സീസൺ കഴിഞ്ഞിട്ടില്ല അല്ലേ. കൊച്ചിയിലൊന്നും ചക്ക കിട്ടൂല. ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ചക്കനോട് ഭയങ്കര ഇഷ്ടമായിരുന്നിട്ടാ. അവിടെ ചക്ക കിട്ടൂലായിരുന്നല്ല. ഇപ്പൊ അങ്ങനെ ഇഷ്ടമല്ല. തിന്ന് അങ്ങനെ ഇഷ്ടമാണ്, എന്നാലും വലിയ അന്നത്തെ അത്ര ഇഷ്ടമില്ല. അന്നെന്ന് വെച്ചാ ചക്ക കൊതിയില്ല. ഇക്കാലത്ത് തറവാട്ടില് ചക്കന്റെ മരം ഉണ്ടായിരുന്നു. പ്ലാവ്. ചക്കന്റെ മരം ഒന്നും പറയൂലേ. അപ്പൊ അവിടുന്ന് കഴിച്ച് കൊതി തീർന്നിട്ടാ. 4 പ്രശ്നം തിന്നോക്ക്, മധുരം ഉണ്ടാവും. തിന്നോക്ക്, മധുരം ഉണ്ടാ. മധുരണ്ട്, നല്ല മധുരം. ചക്ക റെഡി ആയിക്കൊണ്ടിരിക്കണാണ്. പൊളിച്ചെന്നാ പൊളിച്ചരാം. അതല്ല സഹായിച്ചരാന്നോ. വെളിച്ചെണ്ണ വരട്ടണ്ടേ, കൈ വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് അത് പൊളിച്ചെടുക്കാൻ. ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ പരട്ടണം, മനസ്സിലായ? എന്നിട്ട് വേണം ഇങ്ങനെ പൊളിക്കാൻ. ചക്ക ഇങ്ങനെ പൊളിക്കണം എന്ന് കാണിച്ചു തരാം. ചൂച്ചക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. സ്കൂളിൽ പോയി ഇപ്പൊ പൊളിച്ചിടുമ്പോ വന്ന് കഴിക്കും. ചക്ക എല്ലാത്തിനും നല്ലതാണല്ലേ. അവിടെ ഈച്ചുണ്ടാവും. അവിടെ തന്നെ തുടച്ചിട്ടൊന്നുമില്ല. ഇവിടെ നേരത്തെ വേണമെങ്കിൽ തുടച്ചാണ്. കുരുമാറ്റിട്ടാണ് ഇത് പൊളിച്ചിരുന്നത്. അത് ഞാനിപ്പോ ഇങ്ങനെ പൊളിച്ചവിടെ ഈ ചക്ക ഉണക്കിയിട്ട് പൊടിക്കാൻ പറ്റുമോ? അല്ല, നല്ലതാണല്ലേ, പാലിലിട്ട് കുടിക്കാൻ നല്ലതാണ്. പൊളിക്കുന്നതിടെ കഴിച്ചതാ. ഞാനും കഴിക്കാം. ആ പാത്രം ഇവിടെ വെക്കണം. ചെറിയ അടുക്കളുണ്ട്. പുറത്തുനിന്ന് ശരിയാക്കിയാൽ മതിയായിരുന്നു. നല്ല വിശാലമായ സ്ഥലം. മസൂറാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിയിലായി പോയില്ലേ, എല്ലാം കൊണ്ടാ കൊടുക്കാറ്. അത് തിരൂരപ്പ കുറെ കഴിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ കൊച്ചി കിട്ടൂലല്ലോ അങ്ങനെ, അതാണ് കൊച്ചിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. പക്ഷെ ലോങ്ങാനം കൊണ്ടാ കൊടുക്കാൻ പറ്റില്ല. കൊള്ളാം ചക്ക അല്ലേ.
ഇങ്ങനെ പ്ലാവിരിക്കണ ചക്കയില്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇതാ ഇഷ്ടം. ഇത് നല്ലോണം പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ചിലൊക്കെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് തന്നെ എന്താ മതി. പക്ഷെ ഈ ചക്ക എനിക്ക് കൊള്ളാം, നല്ല ചക്ക. ഇതെല്ലാം ചക്ക പൊളിച്ചിട്ടുണ്ട്, കാണാം. ഈ കാലെല്ലാം നിറച്ചുകൊണ്ടിട്ടാ, പിന്നെ ഇതിൽ കുറച്ചുണ്ട്, നിറച്ചുണ്ട്. ഇത് മതിയല്ല, വലിയ കല്ലുമാണ്. അതെ, കുറെ ബാക്കിയായിട്ടാക്കി പിന്നെ ഇട്ടാന്ന്. കാരണം കുറെ നേരം പിടിച്ച്, ഇത്ര നേരമായപ്പോ തന്നെ കണ്ട ഇത്ര വലിയ ചക്കയായിരുന്നു. ഇത്രയും തന്നെ ഉണ്ടായില്ലേ നമ്മ മുറിച്ചത്. അപ്പൊ ഇത് പിന്നെ ശരിയാക്കാന്ന് ഓർത്ത്. ഇതേ ഇത്ര ഇല്ലേ, നമുക്കിത് കറി വെക്കാം. പഴുത്തതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയണം. അപ്പൊ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് ആവിയായിട്ട് വേവിക്കാന്ന് വിചാരിച്ച്. മഞ്ഞപ്പൊടി പെട്ടെന്ന് വേവിക്കണ്ട, ഇത് ആവിയിലമ്മ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ അങ്ങനെ വേവിക്കാൻ വെച്ചേക്കണേണ്. അടുപ്പ് ഞാൻ തുടച്ചതാ രാവിലെ, ആ കടലക്കറി വെച്ചപ്പോ അതായതാണ്. ഇത് ജോലി കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പ് തുടച്ചതുള്ളൂ. പിന്നെ തുടക്കാൻ നിൽക്കണ്ടല്ലോ, ജോലി കഴിയുമ്പോ നമ്മൾ ഒരു പ്രാവശ്യം തുടച്ചാൽ മതിയല്ലോ. അപ്പൊ ഞങ്ങളുടെ ചക്ക ആവിയാക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടാ. പിന്നെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി എടുക്കട്ടെ. ഉള്ളിയെല്ലാം ഇവിടെ പൊട്ടിച്ചിട്ടേക്കാണ്. വാങ്ങിച്ച ഉള്ളിയാണത്. അതഞ്ഞ് ഉള്ളിയെ കുലിക്കട്ടേട്ടാ. ആ പിക്കാക്കിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണം. എന്താന്ന് വെച്ചാ ഞാനും ചെയ്യാൻ ചെന്ന സമ്മതിക്കൂല കേട്ടാ. ഞാൻ ചെയ്തോളാന്ന് പറയും അല്ലേ, അല്ലേ? അതെന്താ ഞാൻ ചെയ്തുതരാന്നത് വേണ്ടാന്ന് പറഞ്ഞത്? ഞാൻ കുറച്ച് പതുക്കെ ചെയ്യുള്ളൂ. അപ്പൊ അത് ആ പിക്കാക്ക് അത് ഇഷ്ടമല്ല, സ്പീഡിൽ ചെയ്യണം. അപ്പൊ ഇക്ക ഉണ്ടെങ്കിൽ ഇക്ക തരും, അല്ലെ ഞാൻ തന്നെ ചെയ്യണം. രാവിലെ എല്ലാം ചെയ്തിട്ട് മോന് സ്കൂളിന്റെ ചോറും കടലക്കറിയൊക്കെ വെച്ചിട്ട് ചക്ക റെഡിയാക്കണമെന്നുള്ളൂ കേട്ടാ. അപ്പൊ ക്യാമറ കാണുമ്പോ ഇപ്പൊ ഇക്ക ജോലി എടുക്കണ കാണുന്നത്. പക്ഷെ ഞാനും ജോലി എടുക്കാറുണ്ട്. കൊല്ലമുളകും പിന്നെ ചതച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാ. 10 മിനിറ്റ് കഴിഞ്ഞില്ലേ? ഓക്കെയോ? അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാട്ടാ. ചൂടായോ? അപ്പൊ ഇടിച്ച മുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത്, കുറച്ച് വേപ്പിലയും കൂടി നല്ലോണം മൂപ്പിച്ചിട്ടാ. അപ്പൊ നമ്മളെ ചക്കതേ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ മഞ്ഞപ്പൊടി ഉപ്പിട്ട് കഴിക്കണവരുണ്ട്, ഞങ്ങളത് വെറൈറ്റി ആയിട്ടൊന്ന് വെച്ച് നോക്കാല്ലാന്ന് ഓർത്ത്. അപ്പൊ നമുക്ക് താളിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ലാസ്റ്റ് ആയിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കരിഞ്ഞു പോകുന്നു പറഞ്ഞൊക്കെ എന്ത് കറി വെച്ചാലും ലാസ്റ്റ് മഞ്ഞപ്പൊടി ഇടുള്ളൂ. അപ്പൊ അത് നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ. നന്നായിട്ട് ഇതാകണോട് നല്ലോണം വെന്തേക്കണ കാരണം പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ചോറിനെ കൂടി അല്ല, നമുക്ക് ചായ, കട്ടൻ ചായ ഇല്ലേ, അതും ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടാ. ഇക്ക കഴിച്ചെങ്കിൽ പറഞ്ഞ് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചക്ക ഏത് രീതി വെച്ചാലും നമുക്ക് നമ്മളെ ഹെൽത്തിന് നല്ലതാണ് അല്ലെ. പിന്നെ നമ്മൾ ചോറ് കഴിക്കട്ടെ. അപ്പൊ ചോറിന് കൂട്ടി കഴിച്ചിട്ട് കൊള്ളായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായി. കുറച്ച് ചെറിയ ഒരു മധുരം ഉണ്ടായിരുന്നു, കാരണം പഴുത്ത് തുടങ്ങിയല്ലോ ചക്ക. അപ്പൊ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടേര്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ വീഡിയോ കൊണ്ട് കുറച്ചാകുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ. അപ്പം അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.